എന്തോ മുത്തോണ്ണ? എന്തുപറ്റി? ഞാൻ വിചാരിച്ച വല്ല മിന്നൽ പഠിച്ചതായിരിക്കും. ലൈറ്റ് ഇട്ടതാണ്. ലൈറ്റ് ഇട്ടതല്ലേ ഉള്ളൂ, അല്ലാതെ ബോംബൊന്നും ഇട്ടില്ലല്ലോ. എന്തോ സംഭവം? ഇനി എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടുത്തെ സ്വിച്ചൊക്കെ ഇട്ടാ മതി. ഓ, കറണ്ട് ബില്ല് ലാഭിക്കാനായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അതെ, ചില ബുക്കുകൾ വായിക്കുമ്പോഴേ, പ്രത്യേകിച്ച് പ്രേത കഥകളൊക്കെ ഉള്ള ബുക്കുകൾ വായിക്കുമ്പോ ഇതുപോലുള്ള അരണ്ട മെഴുകുതിരി വെളിച്ചത്തിരുന്ന് വേണം വായിക്കാൻ. ഓ, ഈ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിരുന്ന് ഈ ഇങ്ങനെയുള്ള പ്രേത കഥ വായിക്കുന്നവരുടെ ധൈര്യം സമ്മതിക്കണം കേട്ടോ. എന്റെ ധൈര്യം പിന്നെ പണ്ടേ അണ്ണൻ അറിയാം ഓടാൻ. അതെ, ചന്ദ്രാസൻ കുടുംബം പണ്ടേ ധൈര്യത്തിന് ഫ്രണ്ടിൽ തന്നെയാണ്. ഏത് പ്രതിസന്ധികളും ഞങ്ങൾ നേരിടും. പ്രതിസന്ധി വേറെ, പ്രേതം വേറെ, രണ്ടിലും പ്രാ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടാ. പക്ഷെ രണ്ടും നേരിടാനുള്ള ധൈര്യം ഒന്നാണ്. അത് ശരിയായി. പിന്നെ ഇതൊക്കെ പറഞ്ഞല്ലോ, ആരായിരുന്നു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി കൂടെ പതുക്കെ വന്നിട്ട് കേട്ട പേടിച്ചു കണ്ട. ഇപ്പൊ പേടിച്ച അത് പേടിച്ചതൊന്നുമല്ല. പിന്നെ പ്രേതങ്ങൾ അങ്ങനെയൊന്നും അല്ല വരുന്നത്. പിന്നെ എങ്ങനെയാണ് വരുന്നത്? പറഞ്ഞാണ് അത് വരുമ്പോ ഒരു തണുത്ത ഒരു കാറ്റ് വീശും, കുതിരയിലെ കുളമ്പടി ശബ്ദം കേൾക്കും, പിന്നെ പട്ടികൾ ഊരിയിടും. പട്ടികൾ വാരിയല്ല ഊരിയിടും. വീടേ ഓരോന്ന് ഊരി പറയാം. അങ്ങനെ വിശ്വസിക്കില്ല അണ്ണാ. ഇതൊക്കെ ഞാൻ ഒരു തമിഴ് സീരിയലിൽ കണ്ടതാ. അത് സീരിയലല്ലേ? സീരിയൽ വേറെ, ഒറിജിനൽ വേറെ. അല്ല അണ്ണാ, പിന്നെ പഴയ ഈ തമിഴ്നാട്ടിൽ ഉൾഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ ഇപ്പോഴും ഇതിന് രാത്രി സഞ്ചാരം ഉണ്ട്. ഇവര് വരുമ്പോ ഒരു ഇളം കാറ്റ് വീശും, പട്ടികൾ ഓരിയിടും. കേട്ട് ഇപ്പോഴും ഈ ശബ്ദം പണ്ടത്തൊക്കെ കേട്ടവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. സത്യം ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്രയും പറഞ്ഞെന്നെ കൊന്നത് പോലെ താഴെ കിടന്ന് എന്റെ ശവം കൂടെ കാണണോ? ഇത് മാറ്റിവൈ. പിന്നെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലുണ്ട് ഒരു മണ്ടയില്ലാത്ത പ്രേതം. ചുമ്മാ പോകണ്ട അവിടുന്ന്. ചുമ്മാ പറഞ്ഞല്ല, പിന്നെ എന്റെ അപ്പനപ്പന്മാരെ കണ്ടിട്ടുള്ളത്. മണ്ടയില്ലാത്ത പ്രേതം വയലിൽ കൂടെ പന്തമായിട്ട് ഇങ്ങനെ. പന്തോ? പിന്നെ നിങ്ങളെ പ്രേതത്തിന് കുതിരപ്പുറത്ത് പോകാന്നുണ്ടെങ്കിൽ എന്റെ പ്രേതത്തിന് പന്തവും കൊളുത്തി പോവാ. സത്യം, എന്റെ അപ്പനപ്പന്മാര് കണ്ട് പേടിച്ചിട്ടുണ്ട്. എത്രയോ ദിവസം പനി പിടിച്ച് കിടന്നിട്ടുണ്ട്. ചുമ്മാ അമ്മയാണ്, അമ്മുമ്മയാണ്. അതിൽ പരം എനിക്ക് വേറൊരാണയില്ലല്ലോ, അറിയാലോ. ഈ കൃഷി സ്ഥലം എന്തെങ്കിലും നശിപ്പിക്കാനോ മോഷ്ടിക്കാനോ വന്നു കഴിഞ്ഞാൽ ഈ പ്രേതം പന്തെടുത്ത് എറിഞ്ഞു കൊല്ലും. മണ്ടയില്ലാത്ത പ്രേതമാണ്. നിങ്ങൾ പറയും പോലെ നടന്ന കഥയാണ്. മതി മതി, അണ്ണൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി. ആ പ്രേതം അല്ല, പ്രേതേ നേരെ വന്ന് കൃഷിസ്ഥലം മോഷ്ടിക്കുന്നവന്റെ അവിടെ നിന്ന് നേരെ തലയില്ലാത്ത പ്രേതം പന്തെടുത്ത്. മതിയാ? നല്ല ത്രില്ലിംഗ് സ്റ്റോറി ആയിരുന്നു. ബാക്കി വായിക്കുന്നില്ലേ? ഇനി വേണ്ട, പെട്ടെന്ന് ഉറക്കം വരല്. ആഹാ, അപ്പൊ ശരി, ഞാൻ പോട്ടാ. പിന്നെ അതെ, റൂം വരെ വരണ. എന്തിന്? വെറുതെ തമാശ പറഞ്ഞു പോവാ. ഞാൻ റൂം വരെ വരാം, പക്ഷെ എന്നെ തിരിച്ച് എന്റെ റൂമിലോട്ട് കൊണ്ടാക്കോ? അപ്പൊ ഞാൻ വീണ്ടും തനിച്ചു വരണ്ടേ? അതാണ് പ്രശ്നം. ഞാൻ കൊണ്ടാക്കാം. പറഞ്ഞ അത് വേണ്ട, നമുക്ക് അല്ലെങ്കിൽ വേറെ കേസ് ചെയ്യാം. നമുക്ക് വെളുക്കുന്നത് വരെ തെക്ക് വടക്ക് നടന്ന് പ്രേത കഥയൊക്കെ പറഞ്ഞ് ഈ മണ്ടയില്ലാത്ത പ്രേതത്തിന്റെ വേറെ കഥയുണ്ട് എന്റെ അപ്പം പറഞ്ഞു തന്നെ. വേണ്ട, ഞാൻ പോട്ടെ. ഒറ്റയ്ക്ക് പോവാ. പേടിയില്ലല്ലോ? ഇല്ല. പോണേ കേട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.